ബെല്ലടിച്ചു, സ്കൂളിൽ പോട്ടെ. ക്ലാസ് റിസൾട്ടാണ്, 2ാം ക്ലാസ് റിസൾട്ട്. എനിക്ക് 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. പിങ്ക് ഇൻ ഇംഗ്ലീഷ്. 1ാം ക്ലാസ്സിലെ മാത്സ് നമുക്ക് റിസൾട്ട് നോക്കാം. നല്ല പഠിക്കുമായിരുന്നു. ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗായ്സ്, 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് തന്നെ ഇപ്പം 14 വർഷമായി. 14 വർഷം കേട്ടോ. 14 വർഷത്തിനുള്ളിൽ അന്ന് കിട്ടിയ റിസൾട്ട്, ലാസ്റ്റ് എക്സാമിൻ്റെ റിസൾട്ടാണ് ഞാൻ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്ന. ഗായ്സ്, അടിച്ച് കയറി. ഇതിൻ്റെ റിസൾട്ടാണ്, അതും 2ാം ക്ലാസ്സിലെ റിസൾട്ട്. 2ാം ക്ലാസ് റിസൾട്ടാണ്. 2ാം ക്ലാസ് റിസൾട്ട്. 2ാം ക്ലാസ് വെച്ചാൽ അക്കാഡമിക് ഇയർ 2010, 2011. 2010-11 വെച്ചാൽ ഒരു 14 വർഷത്തിന് മുന്നേ ഉള്ള റിസൾട്ടാണിത്. അപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പോവാണ് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ ഭയങ്കര ബുദ്ധിയായിരുന്നു, നല്ലപോലെ പഠിക്കുമായിരുന്നു, നല്ല സ്കില്ലുള്ള ഒരാളായിരുന്നു ആ ടൈമിൽ. 2ാം ക്ലാസ് ഞാൻ 2A പഠിച്ചത്. 2A അതിനകത്ത് കുറച്ചേ പോകണം. 2A അക്കാഡമിക് ഇയർ 2010, 2011. ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ശ്രീബുധ സെൻട്രൽ സ്കൂൾ, കരുനാപ്പള്ളി എടക്കുളങ്ങര, അവിടെ വരും. അതാണ് സ്കൂള്, ശ്രീബുധ സെൻട്രൽ സ്കൂൾ. അച്ചീവ്മെന്റ് റെക്കോർഡ് അന്ന് കിട്ടിയ റിസൾട്ടിന്റെ സംഭവമാണ് ഇത്. ഇന്ന് നമുക്ക് റിസൾട്ട് നമുക്ക് നോക്കാം. എത്ര A+ ഉണ്ട്, എത്ര A ഉണ്ട്, എത്ര B ഉണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്തത് ഗ്രാമർ കേട്ടോ. എനിക്ക് കുറച്ച് ഗ്രാമറൊക്കെ നല്ലപോലെ ഫ്ലുവൻസി പറയാൻ അറിയാവുന്നതുകൊണ്ട് എനിക്ക് B കിട്ടിയത്. ഫസ്റ്റ് ഇവാലുവേഷൻ എനിക്ക് B കിട്ടിയത്. സെക്കൻഡ് ഇവാലുവേഷൻ എനിക്ക് A കിട്ടിയല്ലോ. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് പഠിച്ചൊക്കെ വന്നു, അതുകൊണ്ട് എനിക്ക് ലാസ്റ്റത്തെ എനിക്ക് A കിട്ടി. പിന്നെ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, വൊക്കാബുലറി ഒക്കെ BB, അതും BB. പിന്നെ സ്പീക്കിംഗ് സ്കിൽസ്, സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്, അതിന് കോമൺ സെക്ഷന് എനിക്ക് B ഉണ്ട് ഗൈസ്. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഞാൻ A നേടി, അതാണ്. പിന്നെ റെസിറ്റേഷൻ A തന്നെ, ലാസ്റ്റും A, മിഡ് ടേമിലും A തന്നെ. പക്ഷേ ഇതിനകത്ത് A+, B+ അങ്ങനെയൊന്നുമില്ല. A ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് A കിട്ടിയാൽ യെസ്, അതാണ്. പിന്നെ മദർ ടങ്ക് മലയാളം. എനിക്ക് സത്യം പറഞ്ഞാൽ മലയാളം എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ലായിരുന്നു മലയാളം. നോർമലി എനിക്ക് മലയാളം അറിയത്തില്ല. മലയാളം കൂടുതൽ പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ ഇടയ്ക്കെന്ന് വെച്ചാൽ ഞാൻ 10ാം ക്ലാസ്സിൽ 9-ലൊക്കെയാണ് കുറച്ച് മലയാളം വായിക്കാൻ പഠിച്ചത്. സ്റ്റിൽ എനിക്ക് എഴുതാൻ അറിയില്ല. പക്ഷേ എനിക്ക് അവിടെ കിട്ടിയേക്കുന്നത് C ആട്ടോ. പ്രൊണൗൺസിയേഷൻ, ഫ്ലുവൻസി, കോമ്പിനേഷൻ എല്ലാം C. കോമ്പിനേഷൻ B കിട്ടി കേട്ടോ. ലാസ്റ്റും കിട്ടിയ അവസാനം B എനിക്ക് കിട്ടിയത്. റൈറ്റിംഗ് സ്കില്ല് അതും C, 2ാമത്തെയും C. ഹാൻഡ് റൈറ്റിംഗ് അതും C, മറ്റേതും B. എല്ലാം C ആണല്ലോ. ഗ്രാമർ A കിട്ടി കേട്ടോ ഫസ്റ്റ്. എന്തോ പറ്റിയാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എത്താൻ പറഞ്ഞാൽ കായ്ക്കാൻ പൈപ്പ് ബാക്കി എനിക്ക് അറിയത്തില്ല. ഇംഗ്ലീഷാണെങ്കിൽ എനിക്ക് പറയാം, പക്ഷെ മലയാളം എനിക്ക് എഴുതാൻ അറിയത്തില്ല, വായിക്കാൻ അറിയാം. ഇപ്പം എനിക്ക് വായിക്കാൻ അറിയാം. ബേസ് വൊക്കാബുലറി CC. സ്പീക്കിംഗ് സ്കില്ല്, അതായത് മലയാളം പറയുന്ന അത് ഫ്ലുവൻസ് ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ മലയാളം തന്നെ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് അതിന് A കിട്ടി, അതിനും A കിട്ടി. റെസിറ്റേഷൻ അതിനും A, അതിനും B. B പോട്ടെ. ലിസണിങ്, കേട്ടറിവ് സ്കില്ല്, അതിന് പക്ഷേ എനിക്ക് B കിട്ടി. പക്ഷേ ഇംഗ്ലീഷ് പക്ക, മലയാളം പോരാ. ഗൈസ്, ഇനി എല്ലാവർക്കും പാടുള്ള സബ്ജക്റ്റ് മാത്തമാറ്റിക്സിലേക്ക് പോവാം, മാത്സിലേക്ക് പോവാം. നമുക്ക് 2ാം ക്ലാസ്സിലെ മാത്സ് ആണ് ഇപ്പം പഠിക്കുന്ന. മാത്സ് അല്ല, 2ാം ക്ലാസ്സിലെ മാത്സ് വെച്ച് എന്നെ കമ്പയർ ചെയ്യാവുള്ളൂ. ഇപ്പോഴത്തെ മാത്സ് ഞാൻ എങ്ങനെയോ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാത്സ് നോക്കാം. 1ാം ക്ലാസ്സിലെ മാത്സ് നമുക്ക് റിസൾട്ട് നോക്കാം. എനിക്ക് കോൺസെപ്റ്റ് A ഉണ്ടായിരുന്നു. 2ാമത്തെ സെം കോളേജിൽ പോയി തുടങ്ങി, സെം തുടങ്ങി. വേണം അങ്ങനെ പറയാം. ഫസ്റ്റ് സെം, സെക്കൻഡ് സെം വേണം അങ്ങനെ പറയാം. എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം അങ്ങനെ പറയാം കേട്ടോ. ഫസ്റ്റ് സെമ്മിൽ A, സെക്കൻഡ് സെമ്മിലും A. പിന്നെ ആക്ടിവിറ്റി B, ടാബ്ലറ്റ്സ്, മെന്റബിലിറ്റി, എല്ലാത്തിനും എനിക്ക് ഒരുവിധം എനിക്ക് മാത്സിന് പക്ക കേട്ടോ. ഒരുവിധം എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ സയൻസ് ആണ്. എൻവയോൺമെൻറ്റൽ സയൻസിനകത്ത് എനിക്ക് ഫസ്റ്റിൽ നിന്ന് എനിക്ക് B ഉണ്ടായിരുന്നു. 2ാമത്തെയപ്പോൾ എനിക്ക് C ആയി. എന്ത് പറ്റിയാൽ അറിയത്തില്ല, പിഴച്ചു പോയെന്ന് പറയുന്നത്. ആക്ടിവിറ്റി, പ്രോജക്റ്റ്, അതിന് എനിക്ക് ഉണ്ട് കേട്ടോ. ഞാൻ എന്ത് ആക്ടിവിറ്റിയും പ്രോജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പക്കയായിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ആ സമയത്ത്. ഇപ്പം ഞാൻ ഇല്ല. ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ മെയിൻ ആയിരുന്നു ഞാൻ.
ഫസ്റ്റ് ടേമിൽ എനിക്ക് എ ഉണ്ടായിരുന്നു, സെക്കൻഡ് ടേമിൽ എനിക്ക് ബി ഉണ്ടായിരുന്നു മുമ്പേ. സർക്കുലർ ആക്ടിവിറ്റീസ്, ടീം സ്പിരിറ്റ്, ടാലൻറ്റ്, ഡിസിപ്ലിൻ എന്നൊക്കെ എനിക്ക് സി. ഫസ്റ്റ് ടൈമിലും സെക്കൻഡ് ടൈമിലും ഡിസിപ്ലിൻ ഞാൻ സി. ഇപ്പോഴും എനിക്ക് സി തന്നെ ആയിരിക്കും, വലിയ ഡിസിപ്ലിൻ ഒന്നും ഇല്ലാതെ നടക്കുന്നത്, അതുകൊണ്ടാണ്. അടുത്ത് നമുക്ക് നോക്കാം, ഗെയിംസിൻ്റെ ആയിരുന്നു. ടീം സ്പിരിറ്റ് ഒക്കെ ബി കേട്ടോ, ടീം സ്പിരിറ്റ് അതാണ് ടീം. പിന്നെ ടാലൻറ്റ് ബി ബി ബി. അടുത്ത് നമുക്ക് വരുന്നത് ആർട്ട് കേട്ടോ, സംഭവം ആർട്ട് വരുന്നത്. ഇൻട്രസ്റ്റ്, അതിൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ അതിൻ്റെ പോലെ ഇൻട്രസ്റ്റ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഫസ്റ്റ് ടൈമിൽ എനിക്ക് എ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ടൈമിൽ എ ഉണ്ടായിരുന്നു. ക്രിയേറ്റിവിറ്റി രണ്ടാമത് ഫസ്റ്റ് എ ഉണ്ടായിരുന്നു, അതിനും എ ഉണ്ടായി. എ എന്ന് വെച്ചാൽ നമുക്ക് A+ പോലെ എ ആട്ടോ. നമുക്ക് ആ സമയത്ത് ഗ്രേഡ് ഏറ്റവും എ ആണ്, അതാണ് മെയിൻ. സ്കില്ല്, ആർട്ട് പടം വരയ്ക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അത്രയും സ്കില്ലുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ കാൽക്കുലേഷൻ ഒക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ ഇത്രയൊന്നും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മ്യൂസിക് ആൻഡ് ഡാൻസ്. മ്യൂസിക് ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ള എ കേട്ടോ, എ കിട്ടി, എ ഗ്രേഡ് കിട്ടി. രണ്ടാമത്തെ സെമ്മിലും എ ഗ്രേഡ് കിട്ടി. റിതം എ കിട്ടി. പക്ഷെ മെലഡി എനിക്ക് ശരിയാവില്ല, മെലഡി എനിക്ക് സി കിട്ടിയത്. അടുത്ത വരുന്നത് ഹെൽത്ത് ആണ് കേട്ടോ, ഹെൽത്ത്. എനിക്ക് ഹൈറ്റ് ഫസ്റ്റ് ടൈമിൽ എനിക്ക് 128 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു, രണ്ടാം ക്ലാസ്സിൽ 128 സെൻറ്റിമീറ്റർ രണ്ടാം ക്ലാസ്സിൽ. രണ്ടാമത്തെ സെമ്മിലും ലാസ്റ്റ് തീരെ ആയപ്പോഴും എനിക്ക് 128 സെൻറ്റിമീറ്റർ തന്നെ ഉണ്ട്. പിന്നെ വെയിറ്റ് എനിക്ക് ഫസ്റ്റ് ടൈമിൽ 24 ഉള്ളായിരുന്നു, 24 ഉണ്ടല്ലോ. പിന്നെ 25 ഉണ്ട് സെക്കൻഡ് ടൈമിൽ, 1 കിലോ കൂടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് 3 സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്, 3 സ്റ്റാർ, 3 സ്റ്റാർ. കൺഗ്രാഷൻ, പ്രൊമോട്ടഡ് ടു 3A. 3ാം ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കിട്ടി എനിക്ക് ആ സമയത്ത്. ന്യൂ സെക്ഷൻ ബിയിങ് 2011 സ്കൂളിൽ പുള്ളി ഞാൻ ഓട്ടത്തിനൊക്കെ ഭയങ്കര ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ അച്ചീവ്മെൻ്റ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ. ഇതുപോലെ നിങ്ങളുടെ കയ്യിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കുക, നല്ല മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പഴയ കാലം, രണ്ടാം ക്ലാസ്സിലുള്ള പഴയ കാലം പിള്ളേർ കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. ശ്രീബുദാസ് സെൻ്റർ 10 വരെ ഞാൻ ഇവിടെ പഠിച്ചത്, 9 വരെ. അത് കഴിഞ്ഞ് വേറെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ ഞാൻ ബെല്ലടിച്ചു, സ്കൂളിൽ പോട്ടെ. ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്ക് 10ൻ്റെയും +2ൻ്റെയും റിസൾട്ട് എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ അത് റിവീൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളും എന്നോട് കമ്പയർ ചെയ്ത് വെച്ച് നോക്ക് ആരാ ബുജിയെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.